ഇതെങ്ങനെ നടക്കും അച്ഛൻ? എനിക്ക് മുന്നോട്ട് എന്തെന്നുള്ളൊരു വഴിയും കാണുന്നില്ല അച്ഛൻ. ഇതും വല്ലതും നടക്കുമോ അച്ഛൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങുകളിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനൊരു ചോദ്യം വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഇതിനുള്ള മറുപടിയായിട്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് പറയാനുള്ള കാരണം എന്താണ്? ഈ വാഗ്ദാനത്തിന്റെ കാരണം എന്താണ്? ഒറ്റ ചോദ്യം, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ? മക്കളുടെ ജീവിതങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിക്കും, ഇവനിങ്ങനെ മുന്നോട്ട് പോയി ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അച്ഛാ. ജീവിത പങ്കാളികൾ പരസ്പരം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല അച്ഛാ. ഇങ്ങനെയുള്ള അസംഭവിതയുടെ ചോദ്യങ്ങളുടെ മുൻപിൽ സ്വർഗം തരുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചോദ്യങ്ങളുള്ള മേഖലയിൽ ഈ വചനം പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക് 1:35. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ, വ്യക്തികളെ മനസ്സിലോർത്ത് ഈ വചനം ഇങ്ങനെ പറയണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ എങ്ങനെ? ഈ ഒരു ചോദ്യത്തിന് സ്വർഗം തന്നെ ഉത്തരമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നല്ലൊരു ദിവസമായി ഇന്നത്തെ ദിനം മാറണം. ഈ പെന്തക്കോസ്ത് തിരുനാൾ മാറണം. ഗോഡ് ബ്ലെസ് യു.